ലോക ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നിപ്പോൾ കേപ്പ് വെർഡെ എന്ന ചെറിയ ആഫ്രിക്കൻ രാജ്യം അവരുടെ പോരാട്ട മികവ് കൊണ്ട് ലോകം ജയിച്ച മട്ടിലാണ് വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങുന്നത്. അവരുടെ മുന്നിൽ ലോക ചാമ്പ്യന്മാർ സാക്ഷാൽ അർജന്റീന വിയർത്തു. അവർ അർജന്റീന പ്രീ ക്വാർട്ടറിൽ കയറി, മെസ്സി ഗോൾ നേടി. എങ്കിലും കേപ്പ് വെർഡെ ആയിരിക്കും ഈ ലോകകപ്പിലെ കറുത്ത കുതിരകൾ, അവരാകും ഈ ലോകകപ്പിലെ താരങ്ങൾ, സംശയമില്ല. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത്. പിന്നിൽ പോയ ശേഷം 2 തവണ തിരിച്ചടിച്ച കേപ്പ് വെർഡെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഫിനിഷിംഗിലെ മൂർച്ചക്കുറവാണ് കേപ്പ് വെർഡെയ്ക്ക് തിരിച്ചടിയായത്. നല്ല പോരാട്ടമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇങ്ങനെയൊക്കെ വിചാരിച്ചോ അവരിത്ര തിരിച്ചടിക്കും? അവസാന നിമിഷം അടിപൊളി. തോൽക്കുന്നില്ല, പക്ഷെ ജയിക്കും. എന്തായാലും നമ്മൾ ജയിച്ചു. ചെറിയ ടീമല്ല, നല്ല കളി, അടിപൊളി. അടിപൊളിയല്ലേ? അല്ല, ടെൻഷൻ അടിച്ചോ കുറെ? അല്ല, അടി തിരിച്ചടി അങ്ങനെ നടന്നത് ഇല്ലേ? കളിക്കാനല്ലോ സാറല്ലോ. ബ്രസീലാരോട് ഒരു കാര്യം പറയാണ്ട്, ബ്രസീലാരെ കളി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത കളി എന്തായാലും എത്തിക്കൂലേ? അർജന്റീനയുടെ തോൽവി കാണാൻ നിന്നവര് വെറുതെ ഉറപ്പിച്ച് ഈ കൊല്ലം മെസ്സി കൊണ്ടുപോകും കപ്പ്. അല്ല, ഭയങ്കര മത്സരമായിരുന്നല്ലേ? ടെൻഷൻ അടിച്ചു ശരിക്കും. അവസാനം വരെ ഉണ്ടായിരുന്നല്ലേ? ഉറങ്ങിയില്ല. കളി ഉഷാർ കളിയല്ലേ, ടൈറ്റായി ആയിരുന്നു. എല്ലാരും വിചാരിച്ചു അർജന്റീന ജയിക്കില്ലാന്ന്. അതൊരു ചെറിയൊരു ടീമാണെന്നും പറഞ്ഞിട്ടാണ് ഇത് ജയിക്കാണ് പറയും. എന്നാൽ അർജന്റീനക്ക് നേരത്തെ കപ്പുണ്ട്, അവർ കളിക്കുന്നവരാണെന്ന് പറയും. അഥവാ അർജന്റീന ജയിച്ചില്ലെങ്കിൽ പറയും ഈ ചെറിയ ടീമിന്റെ മുന്നിൽ പോലും തോറ്റുപോയല്ലോ എന്ന് പറയും. എന്തൊക്കെയായാലും അർജന്റീന അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, ജയിച്ചു. അർജന്റീന കളിച്ചതിൽ ഏറ്റവും ടൈറ്റ് മത്സരം ഇതാണ്. അല്ല, ഇത് കുഞ്ഞു ടീമാണ്, കളിയാക്കിയ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഓൾക്കുള്ളൊരു പാടാണ്. ഇത് അത്ര ചെറിയ ടീമല്ല. ഓലിക്കൊന്ന് ബാക്കി വലിയ ഫ്രാൻസിന്റെ ഒക്കെ ലൈക്ക് ആ ഒരു ലെവലുള്ള കളിയാണ് അവര് കളിക്കുന്നത്. എൽദോ അപ്പോൾ പുതുശ്ശേരി ചേരും. എൽദോ, മൈതാനത്ത് കേപ്പ് വെർഡെ കാട്ടിയ വിസ്മയം സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ലോകകപ്പിൽ അവർ പുറത്തായെങ്കിലും ഓർമ്മിക്കപ്പെടുന്ന ടീമായി അവരുടെ അടയാളം ആ ലോകകപ്പ് മൈതാനത്ത് കാട്ടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അവർ ജയിക്കേണ്ട ഒരു മത്സരമെന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്? അർജന്റീനയുടെ കളി മികവുണ്ട്, അതിനൊപ്പം മറ്റ് പല ഘടകങ്ങളും കേപ്പ് വെർഡെയെ പുറകോട്ടടിച്ചല്ലോ. വണങ്ങിയേ പറ്റൂ രഞ്ജിത്ത് രാമചന്ദ്രൻ. ഈ കേപ്പ് വെർഡെയ്ക്ക് മുന്നിൽ അസാധ്യമായിരുന്നു കേപ്പ് വെർഡെയുടെ പ്രകടനം. അർജന്റീന ലോക ചാമ്പ്യന്മാർ കേപ്പ് വെർഡെയ്ക്ക് മുന്നിലെത്തുമ്പോൾ പ്രവചനങ്ങൾ അതൊരു ക്ലീൻ ഷീറ്റ് ആയിരുന്നു. പക്ഷേ അർജന്റീന ഗോൾ നേട്ടത്തോട് തുടങ്ങി. ലയണൽ മെസ്സിയുടെ ഗോളിലാണ് അർജന്റീന തുടങ്ങിയത് എങ്കിൽ പോലും പിന്നീട് കേപ്പ് വെർഡെ കാട്ടിയ പോരാട്ട വീര്യം, അവർ കാട്ടിയ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു മനോനില, ഇതാണ് മത്സരത്തിൽ ഏറ്റവും ആവേശകരമായി മാറിയത്. 2 തവണ പിന്നിൽ പോയി, 2 തവണ തിരിച്ചടിച്ച് അവർ ഒപ്പത്തൊരൊപ്പമെത്തി. അങ്ങനെ ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിച്ചു. അതായത് ആദ്യത്തെ അരമണിക്കൂർ പിടിച്ചു നിൽക്കാൻ പാടുപെടുമെന്ന് കരുതിയ കേപ്പ് വെർഡെയാണ് ഈ മത്സരത്തിൽ അർജന്റീന എന്ന ലോക ചാമ്പ്യന്മാരെ, ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ട് എത്തിച്ചത്. ആ എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിലും ഈ അർജന്റീനയ്ക്ക് വിയർത്ത വെള്ളം കുടിക്കേണ്ട സാഹചര്യമായിരുന്നു. അർജന്റീന ആരാധകർ പോലും സമ്മതിക്കും, രക്ഷപ്പെട്ടതാണ് അർജന്റീന ഈ ദിവസത്തിൽ എന്നുള്ളത്. കഷ്ടിച്ച് അർജന്റീന കടന്നുകൂടി പ്രീ ക്വാർട്ടറിലേക്ക് എന്ന് വേണം പറയാൻ. ഈ ഒരു മത്സരവുമായാണ് അർജന്റീന മുന്നോട്ട് പോകുന്നതെങ്കിൽ വല്ലാത്ത തോതിൽ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അർജന്റീനയുടെ ആക്രമണങ്ങൾ അത് ഗംഭീരമായിരുന്നു. തുടരെ അർജന്റീന ഇരമ്പിയെത്തി ഗോൾ പോസ്റ്റിലേക്ക്, കേപ്പ് വെർഡെ ഗോൾ പോസ്റ്റിലേക്ക്. അതിൽ ഏറ്റവും പ്രധാനമായി മാറിയത് അവരുടെ ഗോൾ കീപ്പർ വൊസീഞ്ഞ തന്നെയാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നില്ല, വൊസീഞ്ഞ. 8 സേവുകളാണ് വൊസീഞ്ഞ അർജന്റീനയുടെ തുടരാക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സി 29ാം മിനിറ്റിലാണ്, അതായത് ആദ്യത്തെ അരമണിക്കൂർ അർജന്റീനയെ നിശബ്ദമാക്കിയ ശേഷം ലയണൽ മെസ്സിയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. ആ മെസ്സിക്ക് മുന്നിൽ ഏത് വാതിലും തുറക്കുമെന്ന് പറയുന്നത് പോലെ കേപ്പ് വെർഡെ പൂട്ടിയ ആ ചങ്ങല എല്ലാം പൊട്ടിച്ച് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ആ വാതിൽ തുറന്ന് ഗോൾ നേടി. അതൊരു സെക്കൻഡ് ടച്ചിൽ തന്നെ മനോഹരമായി തന്നെ ഫിനിഷ് ചെയ്തു. അവിടെ വൊസീഞ്ഞയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മെസ്സിയുടെ ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് മുന്നിൽ. അങ്ങനെ
1-0 ലീഡെടുത്തു അർജന്റീനയെങ്കിൽ രണ്ടാം പകുതിയിൽ ഡുവാർട്സ് 59-ാം മിനിറ്റിലാണ് അർജന്റീന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കേപ്പ് വെർഡെ ആരാധകരെ ആനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഗോൾ നേടുന്നത്. അങ്ങനെ 1-1 സമനിലയിലേക്ക് പോകുന്നു മത്സരം. ഇഞ്ചുറി ടൈം അവിടെ 1-1 സമനില. ഏറ്റവും ഒടുവിൽ റഫറി എക്സ്ട്രാ ടൈമിലേക്ക് തീരുമാനം പോവുകയാണ്. അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ 93-ാം മിനിറ്റിലാണ് ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ലീഡ് 2-1 എന്നാക്കുന്നത്. അപ്പോൾ ആരാധകർ അപ്പോഴും പ്രതീക്ഷിച്ചു ഇനി അവർ തിരിച്ചടിക്കില്ലായിരുന്നു. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന തരത്തിലായിരുന്നു കേപ്പ് വെർഡെയുടെ പ്രകടനം. അവിടെ കേപ്പ് വെർഡെയുടെ സിഡ്നി കാബ്രാൽ നേടിയ ഒരു ഗോൾ, അതൊരു അവിശ്വസനീയ ഗോളാണ്. അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ ബോക്സിന്റെ വെളിയിൽ നിന്ന് അയാൾ തൊടുത്ത ഒരു ഷോട്ട് അർജന്റീന പോസ്റ്റിന്റെ വലത് മൂലയിൽ മുകളിൽ ഒന്ന് പതിക്കുമ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഗോൾ കീപ്പർ ദിബുവിന് അല്ലെങ്കിൽ എമിലിയാനോ മാർട്ടിനസിന്. അയാളെ തീർത്തും നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവർ സമനില പിടിക്കുന്നു. അർജന്റീന ഞെട്ടിത്തരിച്ചു പോയ നിമിഷമാണ്. അങ്ങനെ വീണ്ടും അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നിയപ്പോഴാണ് അർജന്റീനയ്ക്ക് വേണ്ടി അവിടെ ക്രിസ്ത്യൻ റൊമേറോ ഒരു ഹെഡറിലൂടെ ഗോൾ നേടുന്നത്. അത് കേപ്പ് വെർഡെയുടെ ഡിഫൻഡറുടെ ദേഹത്ത് തട്ടിയത് ഒരു ഓൺ ഗോളായി മാറി. പക്ഷേ റൊമേറോയുടെ ക്ലീൻ ഹെഡർ തന്നെയായിരുന്നു. ജസ്റ്റ് ശരീരത്തിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത് പോസ്റ്റിലേക്ക് എത്തിയതുകൊണ്ട് അത് ഓൺ ഗോളായി വിധിച്ചു എന്ന് മാത്രം. ഇനി ഈ മത്സരത്തെ നമ്മൾ ഒരിക്കലും സ്കോർ കാർഡ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൽ അർജന്റീന നന്നായി കളിച്ചിട്ടുണ്ട്, തുടരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ പാസുകളിലെ കൃത്യത കുറവ് ഇന്ന് പ്രകടമായിരുന്നു. ചില പ്രശ്നങ്ങൾ നിഴലിച്ചു. ലയണൽ മെസ്സിയിലേക്ക് പതിവ് പോലെ പന്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വിങ്ങുകളിലൂടെ കൂടുതൽ എത്തിയില്ല. ഇവർ ഡയഗണലി പന്തുമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അർജന്റീനയുടെ മുന്നേറ്റത്തിൽ പ്രധാനമായും കണ്ടത്. അത് തന്നെയാണ് കേപ്പ് വെർഡെ കൃത്യമായി ഉപയോഗിച്ചതും. കേപ്പ് വെർഡെക്ക് അർജന്റീനയുടെ നീക്കങ്ങൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞതും അത്തരത്തിലാണ്. ഇനി കേപ്പ് വെർഡെയുടെ ഡിഫൻസ് അത് എടുത്തു പറയണം. ആ ഡിഫൻസ് സോളിഡ് ആയിരുന്നു. എപ്പോഴും ആ ഡിഫൻസീവ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിലും ലോക ചാമ്പ്യന്മാർക്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ എത്തുന്നവർക്ക് 2 ഡിഫൻഡർമാരാണ് ഇത് തുണയായത്. ഒന്ന് ക്രിസ്ത്യൻ റൊമേറോയും ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസും. രണ്ടുപേരും അർജന്റീനയ്ക്ക് വേണ്ടി ഇന്ന് ഗോൾ സ്കോർ ചെയ്തു. കേപ്പ് വെർഡെയ്ക്ക് വേണ്ടി 8 സേവുകളാണ് വൊസീഞ്ഞ എന്ന ബ്രില്യൻ ഗോൾ കീപ്പർ നടത്തിയത്. 90 മിനിറ്റിൽ 7 സേവുകൾ. അതിലൊന്ന് ലയണൽ മെസ്സിയുടെ ഒരു ഗംഭീര ഫ്രീ കിക്ക് ഉൾപ്പെടുന്നു. ഗോൾ കീപ്പർ പോലും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് മെസ്സി വിസിലടിച്ചതും ഉടൻ തന്നെ മെസ്സി എടുത്ത ഫ്രീ കിക്കാണ് ഒരു അസാധ്യ ഡൈവിംഗിലൂടെ വൊസീഞ്ഞ എന്ന ഗോൾ കീപ്പർ സേവ് ചെയ്തത്. അങ്ങനെ 28-ാം മിനിറ്റിൽ മെസ്സി സ്കോർ ചെയ്യുന്നു. 59-ാം മിനിറ്റിൽ കേപ്പ് വെർഡെ തിരിച്ചടിക്കുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ അസാധ്യമായിട്ടുള്ള സേവ് നടത്തുന്നു വൊസീഞ്ഞ. 93-ാമത്തെ മിനിറ്റിൽ, അതായത് എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന ലീഡ് എടുക്കുന്നത്. വീണ്ടും 104-ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർഡെ സമനില പിടിക്കുന്നു ഒരു സൂപ്പർ ത്രില്ലർ ഗോളിലൂടെ. 114-ാമത്തെ മിനിറ്റിൽ മത്സരം പൂർത്തിയാക്കുന്ന തരത്തിൽ അർജന്റീന വിജയ ഗോൾ സ്വന്തമാക്കുകയാണ്. എന്തായാലും ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പോലെയായിരുന്നു. അസാധ്യമായിരുന്നു. 3:30 ഉറക്കമെണീറ്റ ആളുകൾക്ക് ആർക്കും ഈ മത്സരം അതൊരു നഷ്ടമാകില്ല. രഞ്ജിത്ത്, തീർച്ചയായും അവരുടെ ഗോൾ കീപ്പർ വൊസീനിയെ കുറിച്ച് എൽദോ പറയുകയായിരുന്നു. കേവലം 50,000 ഫോളോവേഴ്സ് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന വൊസീനിയയ്ക്ക് ഇതിന് ശേഷം സ്പെയിനുമായുള്ള മത്സരത്തിന് ശേഷം 50 ലക്ഷം കടന്നു. ഇപ്പോൾ 1 കോടി ഫോളോവേഴ്സിലേക്ക് എത്തി എന്നുള്ളതാണ്. 40-ാം വയസ്സിലാണ് ഈ പ്രതിഭ. പ്രായം തടസ്സമല്ല എന്ന് വൊസീന തെളിയിക്കുന്നു. 2026 ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇപ്പോൾ നേരത്തെ 8 സേവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും സമാനമായി തന്നെ 8ഓളം സേവുകൾ നടത്തിയാണ് തൻ്റെ ടീമിനെ രക്ഷിച്ചത്. ഇന്നും ഒരുപക്ഷെ 8 ഗോളായേക്കാവുന്ന 8 സേവുകൾ വൊസീനയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെ ലോകകപ്പിലെ അത്ഭുത രാജ്യമായി, അത്ഭുത താരങ്ങളായി കേപ്പ് വെർഡെ മാറുകയാണ്.